ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിലൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് 2-3 സെക്കൻഡ് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അത് നമുക്കൊരു 2-3 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ക്യാപ്സിക്കും അതുപോലെ തന്നെ 2-3 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വേവൊന്നും വേണ്ട കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ 1 ടീസ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തതിനാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കണം. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളാക്കി എടുത്തിട്ട് നമ്മുടെ പൂരിയുടെ വലുപ്പത്തിൽ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മാവും പരത്തിയെടുത്തതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിൽ 1/4 കപ്പ് മൈദയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂരി ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക. ഒരു സൈഡ് മാത്രം മുക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിതാ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ പൂരി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മുടെ പൂരി നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലാത്ത ഭാഗത്ത് ചുട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണ റെഡിയാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ പൂരിയും റെഡിയാക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ക്യാബേജ് വെച്ച് കൊടുക്കാം. ക്യാബേജ് ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് നമ്മുടെ മയോണൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ 2 സൈഡിൽ നിന്നും മടക്കിയതിന് ശേഷം നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെല്ലാ സ്നാക്കും റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.